സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത് കേരളത്തിന് ഗുണമുണ്ടാവും. തൃശ്ശൂരിന് നല്ലൊരു പാരമ്പര്യം പുള്ളിനുണ്ട്. ആള് ഒരു ഡെവലപ്മെന്റ് വരുത്താൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സുരേഷ് ഗോപിയിലും വിശ്വാസമുണ്ട്, ആ പാർട്ടിയിലും വിശ്വാസമുണ്ട്. വലുതായിട്ടുള്ള ഗുണം ചെയ്യില്ല. കേന്ദ്രമന്ത്രി ആണെങ്കിൽ ഉപകാരം ഉണ്ടാവണമല്ലോ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായല്ലോ, അതുകൊണ്ട് കേരളത്തിന് ഉപകാരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയാണ്. ഓക്കെ, അപ്പൊ ഒരു മന്ത്രി ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാല് അപ്പൊ എന്തെല്ലാം ബെനിഫിറ്റുകൾ അവിടുന്ന് സുരേഷ് ഗോപിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ അത് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സുരേഷ് ഗോപി നല്ല മനുഷ്യനാ, അയാൾ ചെയ്യുകയും ചെയ്തത്. വിമർശനങ്ങളോടൊക്കെ എന്താ പറയുന്നത്? അല്ല, വിമർശനം ഇപ്പൊ എന്തെല്ലാം ചെയ്തിപ്പോ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ടോട്ടൽ ഇന്ത്യയെ എവിടുന്ന് എവിടെ വരെ എത്തിച്ചു. എന്നാലും അങ്ങേർക്ക് തെറിയ കിട്ടുന്നുള്ളൂ. അപ്പൊ അത് വിമർശിക്കുന്നവർ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പ്രശ്നമില്ല. അതിലൊന്നും വാസ്തവമല്ല എന്നാണ് പറയുന്നത്. എന്താ അഭിപ്രായ പറയുന്നത്? ഓക്കെ, അപ്പൊ കേരളത്തിൽ അതുപോലെ ബി.ജെ.പി. വന്നതിന് ആദ്യമായിട്ടാണല്ലോ ബി.ജെ.പി. അതെ അതെ, ആദ്യമായിട്ടല്ല, നേരത്തെ വന്നിരുന്നു, മറ്റേ അസംബ്ലിയിൽ വന്നിരുന്നു. എന്താ പറയാനുള്ളത്? കേരളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അക്കൗണ്ട് തുറക്കാൻ. കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ലാംഗ്വേജ് ശരിക്കും അറിയില്ല. അപ്പൊ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എത്തുന്നില്ല. ഇവിടുത്തെ ലീഡേഴ്സും അത്രമാത്രം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ, അത് അവരിവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണ്ടേ, അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്കും അറിയത്തില്ല. ഞാൻ പണ്ട് പോലെ പുള്ളിനെ അറിയാൻ വെച്ചാല് പലയിടത്തും സോഷ്യൽ വർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നൊരു മെന്റാലിറ്റിയാണ്. സിനിമയിൽ കണ്ടവൻ ആൾക്കാർ നമ്മൾ കണ്ട് കോടികൾ കണ്ട്, അതേപോലെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വ്യക്തിത്വം? പിന്നെ സാധാരണക്കാരെ സഹായിക്കുക, അമ്പലങ്ങളും അവിടെയൊക്കെ എന്നിട്ട് വേണ്ടപ്പെട്ടവരെ പുള്ളി എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടേ. അപ്പൊ അവര് ഗുണം കൊണ്ടല്ലേ പുള്ളി ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും വിചാരിച്ചാണോ ഇങ്ങനെ ഒരാളെ വരുമെന്നും ജയിക്കുമെന്നും? ഇത്ര വോട്ടിന് പുള്ളിയുടെ കഴിവല്ലേ. ഇനിയിപ്പത് പാലക്കാട് കുടിക്കാൻ പോണ പുള്ളി ഉപകാരം ഇല്ലെങ്കിൽ പുള്ളി നിർത്തുകയല്ലോ, നിർത്തോ? അപ്പൊ ഉണ്ടാവുന്നാണോ ഉണ്ടാകുന്ന എന്റെ വിശ്വാസം. വരുന്ന ഇവിടെ ഉള്ളവരൊക്കെ എല്ലാം ശരിയാ. പിന്നെ കാര്യമില്ല. ഇവിടെ പിണറായി ഇവിടെ ഭരിക്കുന്നത് എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്നാ ഇവിടെയുള്ള എന്ന് പറഞ്ഞ പോലെ ഇവൻ മാനമായ രീതി പാവങ്ങൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ധാരാളം ചെയ്യുന്നു. അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇവിടെ വേറെ ഏതവനാ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരാളെന്ന് കണ്ടാൽ പുള്ളി അതിനുള്ള സഹായം ചെയ്യുന്നു. അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുമോ? ഇവിടെ പണക്കാരനൊക്കെ എന്താ ഗുണമുള്ള ഒരു ഗുണവുമില്ല. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയല്ല, ചെയ്തിടത്തോളം നമ്മൾ ഇത്രയും വർഷത്തോടെ കണ്ടിരിക്കുക ഇതുപോലെ ഒരു പട്ടവും നമ്മളെ കേരളത്തിലുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി എല്ലാ ജനത്തിനും ഉപകാരമുള്ളതാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പി. വന്നതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അറിയില്ല. ബി.ജെ.പിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ എല്ലാവരും നിൽക്കുന്നവരുമാരെല്ലാം നല്ലവന്മാരാണോ? ഈ നിൽക്കുന്ന ജനങ്ങൾ എല്ലാം അവന്റെ കാര്യത്തെ വന്നിട്ട് മാത്രമല്ല നിൽക്കുന്നു അല്ലേ? അവൻ 10 പൈസ കിട്ടുവാണെങ്കിൽ അവന്റെ വീട്ടിന് വേണ്ടിയിട്ടല്ല, നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നു. അത് പഠിക്കണം. നമ്മൾ നാട്ടുകാരുടെ കൂട്ട് വെച്ചിട്ടില്ല. ഇമാരെല്ലാം നമ്മളെ ശരിയാക്കി തരൂല്ലേ? നമ്മളെ ശരിയാക്കില്ല. മനായ രീതി ചെയ്യും. അത് തന്നില്ല. മറിയക്കുട്ടി അവിടെ ചെന്നിട്ട് മറിയക്കുട്ടിക്ക് എത്ര എപ്പോഴും 1500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം ഏതാണ് ചെയ്തത്. കാരണം പുള്ളിയുടെ പ്രവർത്തനം അങ്ങനെയാണ്. പുള്ളി നല്ല മനുഷ്യനാണ്. പുള്ളി ചെയ്തത് ഉറപ്പത്. നല്ല മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാതെ ഉണ്ടാവും. പ്രത്യേകിച്ച് തൃശ്ശൂര് ഓക്കെയാണ്. അപ്പൊ ഈ വരുന്ന വിമർശനങ്ങളോടൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെ അത് ഓരോരുത്തരാ പറയാം. അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പുള്ളിയുടെ കാര്യം പുള്ളി പക്കായിട്ട് ചെയ്യും. അതെനിക്ക് ഉറപ്പാകും. തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ ബി.ജെ.പി. അനുഭാവിയാണ്. പിന്നെ ഉണ്ടാവും, വിശ്വാസമുണ്ട് ഉണ്ടാവുന്നു. സുരേഷ് ഗോപിയിലുള്ള വിശ്വാസം കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? സുരേഷ് ഗോപിയിലും വിശ്വാസമുണ്ട്, ആ പാർട്ടിയിലും വിശ്വാസമുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണല്ലോ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുക. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അതിനെ കുറിച്ചിട്ട് എന്താ നല്ല അഭിപ്രായം. അപ്പൊ ആൾക്കാർ കുറെ കൂടി മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്, മറ്റുള്ള ഭരണത്തെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഉപകാരം ഉണ്ടാവില്ല, തൃശ്ശൂരുണ്ടാവും. അപ്പൊ വിമർശനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് ഉണ്ടെങ്കിലല്ലേ കാര്യം നടക്കുള്ളൂ. കുറ്റങ്ങൾ എടുത്ത് കാണിച്ചാലേ നല്ലത് വരുള്ളൂ. അദ്ദേഹം വന്ന നല്ല മാറ്റങ്ങൾ തൃശ്ശൂരിലൊക്കെ വരും പ്രതീക്ഷിക്കണം. അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. വിശ്വാസം കൊണ്ടാണല്ലോ അയാൾ ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചില്ലേ? ആകെ ഒരാൾ കേരളത്തിൽ ജയിച്ചത് അയാളല്ലേ. അപ്പൊ അയാളുടെ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത് കേരളത്തിന് ഗുണമുണ്ടാവും.
അല്ല, കേരളത്തിൽ നിന്നുള്ള ആകെയുള്ള BJPയുടെ NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് ആകെ ഒരു MP ആണല്ലോ. MP മാത്രമല്ല, കേന്ദ്രമന്ത്രിയും കൂടെയാണ്. അപ്പം അങ്ങനെ ഒരാളുള്ളപ്പോഴത്തേക്കിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വികസനങ്ങളും കാര്യങ്ങളും സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലോട്ട് ചെയ്താൽ കേരളത്തിൽ നിന്ന് അടുത്ത നിയമസഭ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കിനും BJPക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ജനങ്ങൾക്കും ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഏറ്റവും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി എന്തെങ്കിലും കേരളത്തിന് വേണ്ടി കൊണ്ടുവരും. അത് ആരോഗ്യ മേഖല എന്നൊക്കെ ആകാൻ സാധ്യത കൂടുതലും തോന്നുന്നു. ഇതിന് ഉപകാരമുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കേന്ദ്ര ഒരു MP അല്ലേ? MP എന്നുള്ള നിലക്ക് നല്ല മാറ്റം നല്ല മനുഷ്യനാണ്. BJP നല്ല നല്ല മനുഷ്യനാണ്. തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവൻ സിനിമയിലാണെങ്കിലും നല്ലൊരു അഭിനയം അഭിനയിക്കണം. അപ്പൊ അവൻ്റെതായ ഉള്ളിലുണ്ടാവൂലേ അത് എല്ലാരും നന്നായി വന്നു. അല്ല, നമുക്കൊരു നല്ല അഭിനേതാവാണെന്ന് കരുതിയിട്ട് നല്ല അല്ല, നേതാവ് ആയിക്കോളും. അവൻ സ്വാഭാവികമായിട്ടാകും. ഞാൻ വിശ്വസിക്കണം. പിന്നെ താമരയുടെ ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണെന്നാണോ? എനിക്ക് നല്ലൊരു മനുഷ്യനാണ്. അല്ലാതെ എന്താണ്, പടത്തിലാണെങ്കിലും അയാൾ അഭിനയിക്കുന്നതൊക്കെ നല്ല ക്യാരക്ടറാണ്. അപ്പൊ പിന്നെ അതില് മോശമായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ താമരയുടെ ആളാണെന്ന് ഓർത്ത് നമ്മൾ എന്തു പറയാനാ? അല്ല, ഓരോരുത്തരും ഓരോ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഉപകാരം ഉണ്ടാവുന്ന ചേട്ടൻ എന്താ തോന്നുന്നത്? അങ്ങനെ സംശയം നിങ്ങൾ ചോദിക്കാൻ കാര്യം എന്താ? അല്ല, നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് സുരേഷ് ഗോപി മന്ത്രിയായപ്പോഴാണ് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിനുപരി ഞാനൊരു മനുഷ്യനോട് ഒരു ഇത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒരു മനുഷ്യനോട് കമ്മ്യൂണിറ്റിയോടാണല്ലേ സുരേഷ് ഗോപി? അങ്ങനെയല്ലേ? അല്ലേ? എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അല്ലാതെ അയാളൊരു കേന്ദ്രമന്ത്രി ആവുന്നതെന്ന് മറ്റേ BJPക്ക് ഇതായിട്ടുള്ളതല്ല. ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ട് ഒരു കേന്ദ്രമന്ത്രി ഇതിലോട്ട് ആയ ആളാണ്. അല്ലാതെ അതങ്ങനെ കൂട്ടിയാൽ പോരെ. അയാള് ആയതുകൊണ്ട് ഗുണം കിട്ടും. കാരണം ഞാൻ ആദ്യമേ എൻ്റെ പൊളിറ്റിക്ക് പറഞ്ഞല്ലോ, ഞാനൊരു CPM-കാരനാണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഇതുള്ള ആളാണ്, ആ ഒരു ആശയമുള്ള ആളാണ്. അപ്പൊ ഓൾറെഡി അപ്പൊ നമുക്ക് അതിന്റെ കണക്റ്റ് ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും എടുക്കാൻ പറ്റൂലോ, ചെയ്യും. ചിലതൊക്കെ ചെയ്യും. അയാൾ അദ്ദേഹം ചെയ്യും. അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും, പല നേട്ടങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾ കൊടുത്താൽ ഞാൻ ഒരു കാര്യം പറയും. അങ്ങ് തൃശ്ശൂര് വരെ അല്ലെ പാലക്കാട് വരെ മറ്റേ റെയിൽവേ മെട്രോ റെയിൽ ഉണ്ടാക്കുമെന്നും പറഞ്ഞാൽ നടക്കൊന്നുമില്ല. അതങ്ങനെ നടക്കാനും പോലുള്ള ചെയ്യും. പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യും. അത് നടക്കില്ല എന്നാണോ? അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് അത്രയും നമ്മളങ്ങനെ പ്രാക്ടിക്കൽ അല്ല. നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി. സിനിമാ താരം ഇതില് വെച്ചിട്ടും അതുകൂടാതെ ഇപ്പൊ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടും കേരളത്തിലേക്ക് നല്ല സഹായം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഒന്നും ചെയ്യില്ല. ഒരു പാരം ഉണ്ടാവില്ല. എന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ഇതിനു മുമ്പ് വേറെ ഒക്കെ ഉണ്ടായിട്ടും എന്താ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്നൊക്കെ അയാൾ നല്ലൊരു നടനാണ്. അയാളുടെ ഇതൊക്കെ കാണാറുണ്ട്. അതും പറഞ്ഞ് അത് ആവില്ല. സഹായങ്ങൾ ചെയ്താണെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്യേണ്ട. അതിന് മുമ്പ് ഇപ്പൊ പിരിഞ്ഞാന്നൊരു വേറൊരു വാർത്ത ന്യൂസ് ഒന്നും അറിഞ്ഞില്ല. അതൊന്നും അറിഞ്ഞായിരുന്ന മന്ത്രിയായിട്ട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കണ്ട പറഞ്ഞു. നടനായിട്ട് ക്ഷണിച്ചാൽ മതി, കാശ് പോകണമെന്നല്ല. പിന്നെ എന്താ പറയാനൊന്നും പറയണ്ട. കേറിയല്ലേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിനെ കുഴപ്പമില്ല. എന്താണ് പറയുന്നത്? നല്ല അഭിപ്രായമാണ്. വന്നാൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് ഇന്ന് പ്രതീക്ഷ. അപ്പം വരുന്ന വിമർശനങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത്? അത് ആരാണെങ്കിലും ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമല്ലോ. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഇപ്പൊ ഞാൻ ഭരിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ പറയും, കൊച്ചു ഭരിച്ചു കഴിഞ്ഞാൽ എന്നെ പറയും. ആ ഒരു ഞാൻ അതിലാണ് യോജിക്കണത്. അപ്പൊ അദ്ദേഹം വന്നാൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് ആദ്യമായിട്ടാണല്ലോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? അതവരുടെ കാഴ്ചപ്പാട് അങ്ങനെ.
അദ്ദേഹത്തിനെ കുറിച്ച് വളരെ നല്ല മനുഷ്യരാണ്, ആളുകൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു സഹകരിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയാല് കേന്ദ്രത്തിൽ BJP ഭരിച്ചിട്ട് ഇപ്പൊ കേരളത്തിന് വലിയ ഉപകാരമില്ല. ഇപ്പൊ എന്താണ് ഉപകാരം ഉണ്ടാവാൻ? ഉപകാരം ഒന്നും ഉണ്ടാവില്ല. എന്താണെന്നാണ് പറയുന്നത്? ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. തോന്നണില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടുത്തെ ഇതും നമ്മുടെ കേരളയും രണ്ടും വ്യത്യാസമാണല്ലോ. രണ്ട് രാഷ്ട്രീയക്കാരാണല്ലോ ഭരിക്കുന്നത്, അതുകൊണ്ടുള്ള ഇത്. ഓ, കേരളത്തില് ആദ്യമായിട്ടാണല്ലോ BJP അക്കൗണ്ട് തുറക്കുന്നത്. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് താമര വിരിഞ്ഞതിനെ കുറിച്ച്. അതിപ്പോ സുരേഷ് ഗോപി ഒരു നടനായതുകൊണ്ട് മാത്രമായിരിക്കും കയറിയിട്ടുള്ളത്, അല്ലാതല്ല BJPയെ നോക്കിയിട്ടായിരിക്കില്ല. അതിപ്പോ ഞാനെന്ത് പറയാനാ, ചേട്ടന്റെ അഭിപ്രായമാണ്. ചേട്ടൻ എന്താണ് തോന്നുന്നത്? കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്ന് തന്നെ തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ. അല്ല, ആ ഒരു വ്യക്തിക്ക് നല്ല മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ശരിക്കും ഈ ചോദ്യം തൃശ്ശൂരിന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനാണ്. വലുതായിട്ടുള്ള ഗുണം ചെയ്യില്ല. ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഇവിടെ ഭരിക്കുന്നവർ വേറെ, അവിടെ ഭരിക്കുന്നവർ വേറെ. അവരിൽ നിന്ന് കൊടുത്തു വിട്ടാൽ തന്നെ ഇവിടെ ഇവര് ചെലവ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് വലിയ ഗുണം ചെയ്യാൻ സാധിക്കില്ല. ഇല്ല എന്നാണ് പറയുന്നത്.